എന്താ അമ്പിളി, നിനക്ക് എല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? നീയും രഘുവും കൂടി ഇത് കേസില്ലാതെ തീർക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ ഇരട്ടി പണം ഞാൻ നിനക്ക് തരും. ഞാൻ സംസാരിക്കാം കുഞ്ഞമ്മേ. രഘുവേട്ടനും ഞാനും കൂടി എല്ലാരും കൊണ്ട് സമ്മതിപ്പിക്കാം. ദൈവമേ, എങ്ങനെയെങ്കിലും ഇത് നല്ല രീതിയിലൊന്ന് നടത്തി തരണേ. എന്തോന്നും പറയാത്തെ. അന്ന് അനു അമ്പിളി നിൽക്കുമ്പോ അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ചോദിച്ച് അങ്കിളിന് വെറുതെ ഉത്തരം മുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി മാത്രമാ പലതും ഞാൻ ചോദിക്കാതിരുന്നേ. അങ്കിളെ, എനിക്കറിയണം അവസാന നിമിഷം എന്തിനാണ് സുശീലാന്റിക്ക് വേണ്ടി അങ്കിള് എനിക്കും അമ്പിളിക്കും തന്ന വാക്ക് മാറ്റിയതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. അങ്കിളിന് അവരാണോ വലുത് അതോ ഞങ്ങളോ? ചോദ്യം കഴിഞ്ഞോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അനുപമയുടെ ജീവിതം മെച്ചപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് അന്ന് ജോലിയൊന്നുമില്ലാതെ നടന്നിരുന്ന ഇന്ദ്രനെ ബിസിനസ് തുടങ്ങാൻ പണം കൊടുത്തു. ഇന്നും അത് അനുപമയ്ക്ക് തന്നെ ഉപകാരപ്പെടണമെന്ന് എനിക്ക് തോന്നി. അല്ലാതെ സുശീലയ്ക്ക് വേണ്ടിയല്ല അവസാന നിമിഷം ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയത്. ഇല്ലെങ്കിൽ ഞാനത് വിശ്വസിക്കില്ല. ഇന്ദ്രനിൽ നിന്ന് ആ ഷോപ്പ് വാങ്ങുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും അങ്കിൾ അനുപമയുടെ കാര്യം സൂചിപ്പിച്ചു. അവളുടെ പണം കൊണ്ട് ബിസിനസ് നടത്തി രക്ഷപ്പെടുമ്പോൾ അവളെ അവളുടെ മകനെ ഓർക്കണമെന്ന് വരെ അങ്കിൾ ഞങ്ങളോട് പറഞ്ഞതല്ലേ? അതെ രഘു, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മനുഷ്യരുടെ കാര്യമല്ലേ. നീയും അമ്പിളിയും നാളെ അനുപമയും മറക്കില്ലെന്ന് എന്താ ഉറപ്പ്? അത് മാത്രമല്ല, ആരുടെയും ഔദാര്യത്തിൽ ജീവിക്കേണ്ടവളല്ല അനുപമ. അവൾക്കെന്നും തണലാകേണ്ടത് ഇന്ദ്രനാ. അവനെ കൊണ്ട് തന്നെ അവളെ സംരക്ഷിക്കാനുള്ള എൻ്റെ ഒരു അവസാന ശ്രമമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇങ്ങനൊരു ന്യായം പറഞ്ഞ് അങ്കിളിന് തൽക്കാലം എന്നെ ഉത്തരം മുട്ടിക്കാൻ പറ്റും. പക്ഷെ പല തവണ ഇന്ദ്രൻ നേരിട്ട് വന്ന് അങ്കിളിനോട് ഷോപ്പിന്റെ കാര്യം സംസാരിച്ചിട്ടും അന്നൊക്കെ അങ്കിൾ അത് അനുപമയുടെ ഇഷ്ടത്തിന് വിടുകയായിരുന്നു. ഒടുവിൽ അനുപമ അവളുടെ തീരുമാനം പറഞ്ഞപ്പോ അതിൽ നിന്ന് മാറി അങ്കിൾ വീണ്ടും ഇന്ദ്രനിലേക്ക് എത്തിയത് അങ്കിളിന്റെ പുനർചിന്തയാണെന്ന് ഞാൻ എന്തായാലും വിശ്വസിക്കാൻ പോകുന്നില്ല. അത് സുശീലാന്റിയുടെ സമ്മർദ്ദം തന്നെ. അങ്കിളിനെ പോലൊരു വ്യക്തി ആ സ്ത്രീയെ പോലെ ആളുടെ മുമ്പിൽ എന്തിനാ മുട്ടുമടക്കിയെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. മതി രഘു, എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടൊന്നും നിനക്കിനി ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് പണം കിട്ടാൻ പോകുന്നില്ല. നമുക്കതിന് വേണമെങ്കിൽ വേറെന്തെങ്കിലും വഴി ആലോചിക്കാം. അതിന്റെ ആവശ്യമില്ല അങ്കിൾ. അമ്മാവന്റെ സഹായം അല്ലാതെ ഇനി വേറെ ആരുടെയും സഹായം സ്വീകരിക്കേണ്ടെന്ന എന്റെ അമ്പിളിയുടെ തീരുമാനം. ബിസിനസ് ചെയ്ത് ആളാവാൻ മോഹിച്ചാലല്ലേ മൂലധനം വേണ്ടു. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ അതിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ ഇപ്പോൾ അങ്ങളുടെ മുമ്പിൽ വന്നത് നമ്മുടെ ബന്ധം എന്ന് നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അതിന് അങ്ങൾ സത്യം എന്താണെന്ന് എന്നോട് പറയണം. സുശീല ആന്റി അങ്ങൾ എന്തിനാ പേടിക്കുന്നതെന്നുള്ള സത്യം. രഘു, വേണ്ട. നീ പറഞ്ഞ കാട് കയറ. നീ എന്താ പറഞ്ഞ? സുശീല എനിക്ക് പേടിയാണ്. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താം. അതായിരിക്കും രണ്ടുപേർക്കും നല്ലത്. ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്ന നല്ലതെന്ന് അങ്കിളിന് തോന്നും. പക്ഷെ എനിക്കതൊരിക്കലും തോന്നില്ല അങ്കിള്. വ്യക്തമായൊരു ഉത്തരം കിട്ടുന്നവരെ ഞാനിത് ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഞാനും അമ്മാവനും ഒക്കെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദാസങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം. ഇനി അതല്ല ആ സുശീലാന്റിയെ പോലെ സ്ത്രീക്ക് വേണ്ടി ഞങ്ങളെയൊക്കെ അവഗണിക്കാനാണ് അങ്കിളുടെ തീരുമാനമെങ്കിൽ ഇനി അങ്കിളിനെ ഞങ്ങൾക്കാർക്കും കാണുകയും വേണ്ട. എടാ മോനെ രഘു, നീ ഞാൻ പോവാ അങ്കിൾ. എന്നെ അമ്പിളിയെ വേദനിപ്പിക്കേണ്ടി വന്നതിന്റെ വ്യക്തമായ കാരണം അത് പറയാൻ തോന്നുമ്പോ എന്നെ വിളിച്ചാൽ മതി. അപ്പം ഞാൻ വരാം. ഇനി അന്നേ നമ്മൾ തമ്മിൽ കാണും.
മുത്തശ്ശൻ വന്ന ഉടനെ നമുക്ക് പോവാട്ടോ. മോളുടെ അച്ഛനും അമ്മയും മോളെ ഉറക്കിക്കെടുത്തിട്ട് പോയില്ലേ, അതിന് പകരമായിട്ട് ലച്ചൂട്ടി ഓട്ടോറിക്ഷ കയറിയിട്ട് ചേച്ചിയുടെ സ്കൂളിൽ പോവും. സരോജിനി, ആ മോളുടെ മുത്തശ്ശൻ വന്നല്ലോ. അയ്യോ, അവൾ ഉറങ്ങിപ്പോയോ? ഉറങ്ങി മാഷെ. എന്താ മാഷെ ബാഗിൽ പതിവ് കൂടുതല് ഒരു ഭാരമുള്ള പോലെ? ഭാരമുണ്ട്. 101 പവൻ സ്വർണത്തിന്റെ ഭാരം. 101 പവനോ? ഇത് എവിടുന്നാ മാഷെ? ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ലക്ഷ്മിയുടെ ആഭരണങ്ങളാ സരോജിനി. ഞാനതങ്ങ് എടുത്തു. നീ ആ ആഭരണപ്പെട്ടി ഒന്നും എടുത്തോണ്ട് വാ. ദാ മാഷെ. ആ, ഇവിടെ വെച്ചേക്ക്. ഇത്രയും സ്വർണ്ണം ഇവിടെ സൂക്ഷിക്കുന്നത് അപകടമല്ലേ മാഷെ? ഇതിപ്പോ ഇവിടെ സൂക്ഷിക്കാനൊന്നും അല്ല സരോജിനി. വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് തന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. തറവാട്ടിലെ സ്വർണം വേറൊരു കാര്യത്തിന് ഉപയോഗിക്കരുതെന്ന് അമ്പിളി പറയുന്നത് കേട്ടല്ലോ. അതൊക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ സരോജിനി. മനുഷ്യർക്ക് അത് ഉപകാരപ്രദം അല്ലാതായി മാറുമ്പോഴാ ചിലപ്പോൾ അത് ചിലർ ലംഘിക്കുന്നത്. സരോജിനിക്ക് കൊച്ചുമോളുടെ സ്കൂളിൽ വരെ പോകണമെന്നല്ലേ പറഞ്ഞത്? ലച്ചുമോളെയും കൂടെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അല്ലേ? ആ, ഞങ്ങൾ പോയിട്ട് വേഗം വരാം മാഷെ. മാഷിന് ചായ തന്നിട്ട് പോവാം. വേണ്ട വേണ്ട, സമയം കളയാതെ പോയിട്ട് വാ. നിങ്ങൾ വന്നിട്ട് വേണം എനിക്കൊരു കാര്യത്തിന് പോവാൻ. ഓ, അത് പറഞ്ഞപ്പോഴാ ഓർത്തെ, മാഷിനെ കാണാൻ അനാഥ മന്ദിരത്തിലെ സാറന്മാര് വന്നിരുന്നു. അവിടേതോ പരിപാടിക്ക് ക്ഷണിക്കാനാ അവര് വന്നേ. മാഷിനെ വിളിച്ചിരുന്നോ? ആ, വേണുഗോപാൽ സാർ എന്നെ വിളിച്ചിരുന്നു. ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ? അവിടെ കുട്ടികൾ നടത്തുന്ന പരിപാടിയിലെ മുഖ്യ അതിഥി ഞാനാ. അച്ഛനമ്മമാരില്ലാത്ത അനാഥ കുട്ടികൾ അച്ഛന്റെ സ്ഥാനത്ത് എന്നെ ആദരിക്കുന്നതാണ് ചടങ്ങ്. അത് വലിയ ഭാഗ്യം തന്നെയാ മാഷെ. എല്ലാ നന്മകളും ഉള്ളൊരാളെയല്ലേ അതിനൊക്കെ അവര് തെരഞ്ഞെടുക്കൂ. മാഷ അവിടേക്കാണോ പോകുന്നേ? അല്ല, ആ ചടങ്ങ് വൈകുന്നേരാ. അതിനു മുമ്പ് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. സരോജിനി പോയിട്ടോ? ശരി.